നമ്മുടെ ടൈമിന്റെ കാര്യത്തിൽ വളരെ മോശമായിട്ടില്ലേ? അപ്പൊ അതൊക്കെ ചെയ്താൽ മതി. വീഡിയോ എടുത്താണ് ഫോട്ടോ എന്നോളെ വീഡിയോ എടുത്തോളെ. വീഡിയോ ഒരുപാട് വിട്ടായി ലൈവ് കൊടുത്തേക്ക ലൈവാ ക്യാമറ എടുത്താൽ മതി. നിങ്ങൾ തുടങ്ങുന്നു. രണ്ടു വാക്ക് സംസാരിക്കും. വാ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ മൂല്യങ്ങളുണ്ടാകുന്നുണ്ട് വർത്താനം പറയാനും പ്രാവശ്യം ഒന്നുമില്ലേ സുഹേലിന്റെ റസീദല്ലേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശപ്രകാരമുള്ളൊരു പ്രതിജ്ഞയാണ്. ഇത് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയാണ്. ഇപ്പോൾ യുവാക്കളല്ലേ ഇവിടെ കൂടുതൽ, അത് കാരണമൊക്കെ ഇവിടെ ചെയ്യുന്നപ്പോൾ നമുക്ക് ആ പ്രതിജ്ഞ ഉണ്ടാകും. പ്രിയ സ്നേഹിതരെ, ഏതൊരു രാജ്യത്തിന്റെയും ഊർജമാണ് യുവാക്കൾ. സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിൽ യുവത്വത്തിന്റെ ശക്തിക്ക് പ്രധാന പങ്കുണ്ട്. അതിനാൽ ലഹരി വിമുക്ത ഇന്ത്യ ക്യാമ്പയിൻ പരമാവധി യുവാക്കൾ അണിചേരേണ്ടതാണ്. രാജ്യത്തിന്റെ ഈ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്നേ ദിവസം നാം ലഹരി വിമുക്ത ഭാരതത്തിന്റെ കീഴിൽ ഒന്നിച്ചു ചേരുന്നു. സമൂഹവും കുടുംബവും സുഹൃത്തുക്കളും മാത്രമല്ല നമ്മളും ലഹരി വിമുക്തരാകുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. കാരണം മാറ്റം നമ്മിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ വെങ്കര പഞ്ചായത്തിന്റെ 13-ാം വാർഡ് വെള്ളാരം കുന്നിനെ ലഹരി വിമുക്തമാക്കാൻ നാം ഉറച്ച തീരുമാനമെടുക്കും. എന്റെ സംസ്ഥാനത്തെയും അതിലൂടെ എന്റെ രാജ്യത്തെയും ലഹരി മുക്തമാക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി
പ്രയത്നിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രിയപ്പെട്ട ബഹുമാന്യരായ നാട്ടുകാരെ, നമ്മുടെ രാജ്യം ഇന്ന് വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിന ആഘോഷവുമായി നമ്മളെ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ പൈതൃകം നമ്മുടെ പൂർവികരായിട്ടുള്ളവർ ഏറ്റെടുക്കുന്ന സമയത്ത് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് 2024 ഓഗസ്റ്റ് 15 ആകുമ്പോൾ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന സാമ്പത്തിക ശക്തിയായും വികസിത രാജ്യമായും നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ്. ഇതിനുവേണ്ടി പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ പൂർവികരായിട്ടുള്ള ഒരുപാട് നേതൃത്വമുണ്ട്. അവരെയെല്ലാം ഈ സമയത്ത് നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം തന്നെ നാടിൻ്റെ ഐക്യത്തിന്, സമാധാനത്തിന്, സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ്. മറ്റു പല ആഘോഷങ്ങളും വ്യക്തി താല്പര്യങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലാകുമ്പോൾ സ്വാതന്ത്ര്യദിനാഘോഷവും റിപ്പബ്ലിക് ഡേയും ഒക്കെ രാജ്യത്തിൻ്റെ ദേശീയത തുളുമ്പുന്ന ഒരു ആഘോഷമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഓഗസ്റ്റ് 15 ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ടത് രാജ്യത്തിൻ്റെ പൈതൃകവും രാജ്യത്തിൻ്റെ ദേശീയതയും രാജ്യത്തിനുണ്ടാവേണ്ട ഐക്യവും സമാധാനവും അഖണ്ഡതയും ഒക്കെ കുറിച്ചുള്ളൊരു ചിന്തയാണ് നമുക്ക് വരേണ്ടത്. അപ്പം നമ്മളിവിടെ നാഷണൽ ഫ്ലാഗ് ഇവിടെ ഉയർത്തുകയുണ്ടായി. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട കുറേ ആശയങ്ങളുണ്ട്. ദേശീയ പതാക, ദേശീയ ചിഹ്നങ്ങൾ, അതുപോലെ തന്നെ ദേശീയമായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ, ഇവരെയൊക്കെ കാണുമ്പോൾ ഉണ്ടാവേണ്ട ഒരു എന്താ പറയുക, ഒരു വികാരമുണ്ട്. അതിനെ തന്നെയാണ് നമ്മൾ പൊതുവായി പറയുന്നത് ദേശീയത എന്ന് വിളിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു വികാരം നമ്മുടെ മനസ്സിലുണ്ടാവണം. രാജ്യസ്നേഹം എന്ന് പറയുന്നത് എന്താ പറയുക, എല്ലാത്തിനും അപ്പുറം രാജ്യസ്നേഹം എന്ന് പറയുന്നത് രാജ്യത്തിനോട് കാണിക്കേണ്ട ഏറ്റവും വലിയ കൂറാണ്. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളവും എല്ലാം രാജ്യത്തിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അതിന് നമ്മൾ പ്രാഥമികമായ പരിഗണന കൊടുക്കണം. ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെ പോലെ തന്നെ ചില ചുമതലകളും നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ ദേശീയ ചിഹ്നങ്ങളെ, ദേശീയ പതാകയെ, ദേശീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതെല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം നാടിൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ളതാണ്, നമ്മുടെ ഐക്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പതാക ഉയർത്തലും ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് നേതൃത്വം നൽകിയ യൂണിറ്റി നഗർ ഭാരവാഹികളെ എല്ലാവരെയും ആദ്യമായി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും